ധന്യ ബോച്ചെ ഇന്നും ജയിലിലാണ്. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല. നാളെയാണ് കോടതി പരിഗണിക്കുന്നത് ജാമ്യാപേക്ഷ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ദിവസമൊക്കെ ജയിലിൽ കിടക്കാൻ മാത്രമുള്ള കുറ്റം ബോച്ചെ ചെയ്തോ എന്നുള്ളതാണ്. ഒന്ന്, അദ്ദേഹം മാപ്പ് പറഞ്ഞു, എന്നിട്ടും അത് ആരും പരിഗണിച്ചില്ല. രണ്ടാമത്തത്, കേസെടുത്തു, ജയിലിൽ അടച്ചു, ഓക്കെ. പക്ഷേ ഇത്രയൊക്കെ ദിവസം ജയിലിൽ കിടക്കാൻ മാത്രം ഇവിടെ ഒരുപാട് ആളുകൾ പീഡന കേസിലെ പ്രതികളൊക്കെ മുൻകൂർ ജാമ്യത്തിൽ നടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കാൻ മാത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കോടതിയുടെ മുന്നിലെത്തുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. അത് കോടതിയെ ലക്ഷ്യമാകും, പിന്നെ നമുക്കെതിരെ കേസ് വരും. അതുകൊണ്ട് നമുക്ക് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കോടതിക്ക് അത് തെറ്റാണ്, ഒരു സ്ത്രീക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് ശരിയല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഹണി റോസ് എന്ന് പറയുന്ന നടി കോടതിയോട് സംസാരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. രാജ്യത്ത് കോടതിയുടെ നടപടി ശരിയല്ല എന്ന് പറയാനുള്ള ഒരു അവകാശം കൂടെ നമുക്ക് ഭരണഘടന തരുന്നുണ്ട്. പക്ഷേ ഭരണഘടന നമുക്ക് തരുന്ന ഇപ്പോൾ തുണിയില്ലാതെ ഒരാൾക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. നാളെ തുണിയില്ലാതെ റോഡിലൂടെ സഞ്ചരിച്ചാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയിൽ അങ്ങനെ എഴുതി വച്ചിട്ടില്ല. ഒരാൾക്ക് ഈ തരത്തിലെ വിമർശിക്കാൻ പാടുള്ളൂ എന്നും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. മൗലിക അവകാശം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നീ തുണിയില്ലാതെ നടന്നാൽ നിന്റെ ചെകിട്ടത്തടിച്ചിട്ട് പോയി തുണി ഇടടാ എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. തുണി ഇടാതെ നടക്കാനുള്ള അവകാശവും നിനക്കുണ്ട്. പക്ഷേ തുണി ഇടാതെ നടക്കാനുള്ള അവകാശം എനിക്കില്ല. അവകാശം നിനക്കില്ല. പക്ഷെ നിനക്ക് നടക്കണമെന്ന് തോന്നിയാൽ നീ നടക്കും. പോലീസ് പിടിച്ച് നിന്നെ അകത്തു വിടും. പക്ഷെ നീ തുണിയില്ലാതെ നടന്നാൽ എനിക്ക് നിന്നെ വിമർശിക്കാം. നീ ഈ ഒരു സമൂഹത്തിൽ ഇത്രയും ആളുകൾ കണ്ടുകൊണ്ട് നിനക്ക് നാണവും മാനവും ഇല്ലടാ എന്നൊക്കെ ചോദിച്ച് ഞാൻ നിന്നെ പിന്നെ വിമർശിക്കുമ്പോൾ നീ അതിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയാണ്. അവൾ എന്നോട് ചോദിക്കുകയാണ് എനിക്ക് നാണവും മാനവും ഇല്ലേ എന്ന്. പക്ഷെ നീ കാണിച്ചത് എന്താണ്? ഒരു തരി വസ്ത്രം പോലും നിന്റെ ശരീരത്തിൽ ഇല്ല. ആ നാണവും മാനവും നിനക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നിനക്ക് നാണവും മാനവും ഇല്ലേ എന്നുള്ളത് നിന്നെ ഹർട്ടാക്കി. ഇവിടുത്തെ സംഭവം അതാണ്. എനിക്ക് എന്തും കാണിക്കാം. അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ശരീരത്തെ ഏത് വിധത്തിലും ഞാൻ മാറ്റും. ചിലപ്പോൾ എൻ്റെ കയ്യെ കുറച്ച് വലുതാക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണ്. എൻ്റെ കയ്യെ കുറച്ച് ഞാൻ വലുതാക്കും. ചിലപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഞാൻ കുറച്ച് വച്ചുകെട്ടലുകൾ നടത്തും. ചിലപ്പോൾ വലുതാക്കും. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ മൗലിക ആവശ്യമാണ്. നീ അത് കണ്ട് നീ കുളിർമ കൊണ്ടോ. പക്ഷേ ഇതെന്തിനാണ് നീ ചെയ്തത് എന്ന് എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ നിനക്ക് 8ന്റെ പണി ഞാൻ തരും. അപ്പം തന്നെ നിന്നെ പിടിച്ച് ചെയ്യില്ല. പക്ഷെ അത് ഒരു കാര്യമുണ്ട്, താങ്കളുടെ വീട്ടിലിരുന്നു കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചോദിക്കില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നുകൊണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ, അവിടെ വന്നു നിന്നുകൊണ്ട് ഇത് വിൽക്കുക എന്ന് ഞാൻ പറയുന്നത്. ഒരു വീഡിയോ ഞാനായാലും ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ വീഡിയോ യൂട്യൂബിൽ പോയി നമ്മൾ വിൽപ്പന നടത്തുകയാണ്. അപ്പോൾ അതിന് സബ്സ്ക്രൈബ് ചെയ്ത് പണം മുടക്കുന്ന ആളുകൾ ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കും. അതിനെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക എന്നൊരു ചോദ്യം കൂടി ഇല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനും പാർത്ഥനുമാണോ അതോ ഞാനും പാർത്ഥനും തന്നെ നമ്മൾ കമന്റുകൾ എടുത്തു വെച്ചൊരു ചർച്ച നടത്തി. ഓർമ്മയുണ്ടോ പാർത്ഥനത്? അപ്പോ വളരെ മോശം കമന്റുകളാണ് എനിക്കെതിരെയും പാർത്ഥനെതിരെയും വന്നിട്ടുണ്ടായിരുന്നു. ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ വളരെ മോശം കമന്റുകളാണ് നമുക്കെതിരെ വന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹണി റോസൊക്കെ കേൾക്കുന്നതിനേക്കാൾ ദ്വയാർത്ഥ പ്രയോഗവും അതിലും ഇരട്ടി അർത്ഥപ്രയോഗവും ഒക്കെ ഉള്ള കമന്റുകളാണ് നമുക്ക് ഡയറക്റ്റ് പ്രയോഗങ്ങളാണ് വന്നത്. അപ്പോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എടുത്തപ്പോൾ നമ്മുടെ MD പറഞ്ഞത് എന്താണ്? നിങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നുണ്ട് എങ്കിൽ നിങ്ങൾ വാർത്ത ചെയ്യരുത്. നിങ്ങളെ കേൾക്കുന്ന ആൾക്ക് അത് താല്പര്യമില്ല, നിങ്ങൾ പറയുന്നത് അയാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളല്ല എങ്കിൽ തീർച്ചയായിട്ടും അയാൾ അത് വിമർശിക്കും. ആ വിമർശനം ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ വിമർശിക്കുന്ന എല്ലാവരുടെയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് അവരെ ജയിലിൽ കയറ്റാനോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനോ മാധ്യമ പ്രവർത്തകർ തുനിഞ്ഞിറങ്ങിയാൽ കേരളത്തിൽ പിന്നെ ഒരാളും ഉണ്ടാകില്ല, ഇല്ലേ? ഏറ്റവും കൂടുതൽ ചീത്തവിളിയും തെറിവിളിയും കേൾക്കുന്നത് പോലീസുകാർക്ക്, മാധ്യമപ്രവർത്തകർക്കാ. നമ്മളെയൊക്കെ നമ്മളൊന്നും ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളും കാണിക്കാതെ മാന്യമായിരുന്ന വസ്ത്രം ധരിച്ചിരുന്ന് നമ്മളൊക്കെ സംസാരിച്ചാൽ പോലും എന്തുമാത്രം മോശമായ കാര്യങ്ങളാണ് നമ്മളെക്കുറിച്ച്. എന്തിനീ കഴുത്ത് കണ്ടാൽ പോലും ഉമ്മം വയ്ക്കാൻ തോന്നുന്നു, കഴുത്ത് കാണുമ്പോൾ എനിക്ക് കാമം വരുന്നു എന്ന് പറഞ്ഞവർ വരെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിന്റെ സംസ്കാരം, നിന്നെ വളർത്തിയതിന്റെ രീതി ഞാൻ അത്രേ ആ പറഞ്ഞവനിൽ കാണുന്നുള്ളൂ.
അവൻ്റെ സൈബറിൽ പരാതി കൊടുത്ത് അവൻ്റെ പിന്നെ ഞാനൊക്കെ പരാതി കൊടുത്താൽ അതിൽ എത്രത്തോളം നടപടി സ്വീകരിക്കുമെന്നോ അത് എത്ര പെട്ടെന്ന് അതിൽ ആക്ഷൻ ഉണ്ടാകും, എത്ര പെട്ടെന്ന് ശുഷ്കാന്തി കാണിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനൊരു സാധാരണക്കാരിയാണ്, സെലിബ്രിറ്റി അല്ല. തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റുമോ തന്നെയാ? തീർച്ചയായിട്ടും ഞാനൊരു സെലിബ്രിറ്റി അല്ല, ഞാനൊരു സാധാരണ മാധ്യമ പ്രവർത്തകയാണ്. അപ്പൊ എന്റെ കാര്യത്തിലൊക്കെ പോലീസിനുണ്ടാകുന്ന ശുഷ്കാന്തിയും തയ്യാറെടുപ്പും ധൃതിയും ഒക്കെ എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോ ഇപ്പൊ ഇവിടെ ബോച്ച എന്ന് പറയുന്ന ഒരു വ്യവസായി, പണമുള്ളവനോട് സാധാരണ സമൂഹത്തിനുണ്ടാകുന്ന ഒരു അസൂയ ഉണ്ടല്ലോ, 5 പൈസ കയ്യിലുള്ളവനോട് സ്വാഭാവികമായി എല്ലാവർക്കും തോന്നുന്ന ഒരു അസൂയ. അയാൾ കുറച്ചുകൂടി ഓവറായാൽ അയാളോട് അതിലും കൂടുതൽ അസൂയ തോന്നും. അതാണ് ഇവിടുത്തെ ലോകം എന്ന് പറയുന്നത്. ഇപ്പോ ഇങ്ങനെയാണ് എങ്കിൽ എത്ര ആളുകൾ ഗോപി സുന്ദറിനോടൊപ്പം നിൽക്കും? എത്ര ആളുകൾ ഗോപി സുന്ദറിനെതിരെ വളരെ മോശമായി കമന്റ് ഇട്ട് ഗോപി സുന്ദറിനെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും പോയിട്ടുണ്ട്. എത്ര പേർ ഗോപി സുന്ദറിനൊപ്പം നിൽക്കും? ഗോപി സുന്ദർ പരാതി കൊടുത്താൽ ഇവിടുത്തെ സ്ത്രീ സമൂഹം ഉൾപ്പെടെ ജയിലിൽ പോകേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് അവരിൽ നിന്നാണ്. അപ്പോ ഇപ്പൊ ബോച്ചയോട് അസൂയുള്ള, ബോച്ച പറയുന്നതൊക്കെ തെറ്റ് തന്നെയാണ്, അതില്ല എന്ന് പറയുന്നില്ല, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ തെറ്റെന്ന് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തെറ്റാണ്. ഒക്കെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇന്റർവ്യൂമായി ബന്ധപ്പെട്ടാണ്. അതും നാളെ വളച്ചൊടിക്കുന്ന, നാളെ ധന്യ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വളച്ചൊടിക്കുക. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ആരും തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ വിളിക്കുന്നത് എന്തിനാണ്? റീച്ച് കിട്ടി അതുവഴി ചാനലുകാർക്ക് പണം ഉണ്ടാക്കാനാണ്, അല്ലെ? അല്ലാതെ ബോച്ച എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിരുത്തിക്കൊണ്ട് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ എന്താ പറയുക, പിന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കിട്ടുന്നത് എടുത്ത് തംബ്നെയിലിട്ട് അതിനെ വിൽക്കുന്നവർ, അദ്ദേഹത്തെ ഒരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹത്തെ പറയാൻ എന്ത് യോഗ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ കേസ് പ്രതിയെ പോലെയാണ് ബോച്ചയെ കാക്കനാട് ജില്ലാ ജയിലിന്റെ A ബ്ലോക്കിൽ ട്രീറ്റ് ചെയ്യുന്നത്. മൊത്തം ക്രിമിനലുകളാണ്, ലഹരി കേസിൽപ്പെട്ടവരും മറ്റടിപിടി കേസിൽപ്പെട്ടവരും ഒക്കെയാണ് കൂടെ കിടക്കുന്നത്. 6ാമനായിട്ടാണ് ബോച്ച പത്രക്കടലാസൊക്കെ വിരിച്ച് വളരെ എന്താ പറയുക, ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ 500 രൂപയൊക്കെ കൊടുത്ത് തെലങ്കാന ജയിലിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനും അവിടെ ജയിൽ ജീവിതം നയിക്കാനുമായി പോയ ആളാണ് ബോച്ചെ. പക്ഷെ അങ്ങനെ ആയിരിക്കില്ലല്ലോ ഒരു കേസിലെ പ്രതിയായി അകത്ത് കയറുമ്പോൾ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹതടവുകാർ, അതായത് ഗുണ്ടകളായി പാർപ്പിച്ചിരിക്കുന്ന സഹതടവുകാർക്കൊപ്പമാണ് ഇദ്ദേഹത്തിന് ഇന്ന് വരെയുള്ള ജീവിതം. നാളെയല്ലേ അപേക്ഷ ക്ഷണിക്കുള്ളൂ. RP 8683 ബോബി ചെമ്മണ്ണൂരിൻ്റെ നമ്പർ. ഇന്നലെ രാത്രി, അതായത് ഈ അറസ്റ്റ് ചെയ്ത ദിവസം രാത്രി ചപ്പാത്തി വെജിറ്റബിൾ കറിയും കഴിച്ച് 10 മണിയോടെ ഉറങ്ങി കിടന്നത് പായ വിരിച്ച് തറയിൽ. രാവിലെ അഭിഭാഷകരും ബന്ധുക്കളും ഉൾപ്പെടെ സന്ദർശകരുണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണം ചപ്പാത്തിയും കടലയും ചായയും. ഉച്ചയ്ക്ക് ചോറ്. സെല്ലിൽ തടവുകാർക്കൊപ്പം കുശലം പറഞ്ഞ് ഹാപ്പിയായി പോവുകയാണ്. അദ്ദേഹത്തിന് ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ കയറി പോകുന്നത്. അതുകൊണ്ട് എന്താ ഹണി റോസ് തന്നെ വേട്ടയാടുന്നുവെന്നും ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിന് വിശ്വാസ്യതയില്ലെന്ന് വാദിച്ച അഭിഭാഷകനോട് ബോബി ചെമ്മണ്ണൂരിന് മാത്രമായ ഒരു പ്രത്യേകതയും ഇല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിൽ ഇല്ല എന്നും ഹൈക്കോടതി പറഞ്ഞു. തുടർന്നാണ് ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാനായി മാറ്റിയത്. കീഴ്ക്കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് ബോബിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് മാത്രമായ ഒരു പരിഗണനയില്ല. ശരിയാണ്, എല്ലാവർക്കും ഒരേ പരിഗണന തന്നെ വേണം. പക്ഷെ ഇവിടെ എത്ര പേരെ ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ പേരിൽ എത്ര പേരെ ഇവിടെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ ജയിലിൽ കിടക്കണ്ടേ? കാരണം NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് പ്രയോഗത്തിലൂടെ അഭിസംബോധന ചെയ്തു. മരണപ്പെട്ട TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ചു. CPMൻ്റെ സമുന്നതനായ നേതാവ് A വിജയരാഘവൻ ഈ പറയുന്ന എന്തായിരുന്നു നമ്മുടെ ആലത്തൂർ MP രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞത് ആദ്യ തെരഞ്ഞെടുപ്പിൽ അവർ വന്ന് പാണക്കാട് പോയപ്പോൾ അവരെന്തിനാണ് പാണക്കാട് പോയത് എന്ന് ഒരു വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത്. അത് ഏത് രീതിയാണെന്ന് നമ്മൾ പറയുന്നില്ല, ആ രീതിയിൽ പറഞ്ഞു. PM ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു പാവപ്പെട്ട പെൺകുട്ടി, അതായത് AISF നേതാവാണ്, അവരുടെ തന്നെ മുന്നണിയിൽപ്പെട്ട ഒരു ദളിത് പെൺകുട്ടിയോട്, ദളിത് സ്നേഹികളാണല്ലോ, ആ ദളിത് പെൺകുട്ടിയോട് പറഞ്ഞത് അങ്ങേയറ്റം മോശമായ, ഒരാൾ പോലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് ആർഷോ ജയിലിൽ പോയോ? MM മണി പെമ്പിളെ ഒരുമയ സമരത്തിനുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങൾക്കും ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നാടൻ ഭാഷ അറസ്റ്റ് ചെയ്തോ?
അല്ല, പിണറായി വിജയനോടും ഇവിടുത്തെ പോരാളി ഷാജിമാരോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തേ ഇവരെ പിടിച്ച് ജയിലിടാത്തേ? PCCയുടെ തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞ് ഇത് കൊടുത്ത നിങ്ങൾ അതെന്താ പോലീസ് സ്വമേധയാ കേസെടുക്കാത്തേ? അത് ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞു ചോദിച്ചാ. അല്ല, ഇത് ഞാൻ സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അവരുടെ ഫേസ് പോസ്റ്റുകൾ അവരെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ലക്ഷ്മണയുടെ മകൾ. അതെ, സ്വന്തം അച്ഛനെ വരെ വിമർശിക്കുന്ന ആളാണ്. അതുകൊണ്ട് അല്ലെ, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ആരെയും ഭയമില്ലാതെ എന്ന് തുറന്നു പറയുന്ന ഒരു സ്ത്രീയാണ്. ചില നിലപാടുകളോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു അഡ്വക്കേറ്റാണ്. എനിക്ക് പൊതുവെ അവരോട് വളരെ താല്പര്യമുള്ള ഒരു അഡ്വക്കേറ്റ് എന്നതിനുപരി ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അവരോട് പല കാര്യങ്ങളിലും ബഹുമാനമുണ്ട്. തുറന്നു പറച്ചിലുകൾ പലതും നടത്തുന്നതിൽ ഒരു ഒളിമറ ഇല്ലാത്തൊരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനവുമുണ്ട്. അവരുടെ 1-2 പോസ്റ്റുകൾ ഞാൻ കണ്ടു. വളരെ കൃത്യമായി എന്താ പറയുക, കാര്യങ്ങൾ കൃത്യമായി അവർ അവതരിപ്പിച്ചിട്ടുണ്ട് പോസ്റ്റിലൂടെ. എന്തുകൊണ്ട് അവരെ പോലീസ് പിടിക്കുന്നില്ല? എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അല്ലേ, ഈ വനിതകൾക്കെതിരെ പരാതി ഞാൻ പറയുന്നില്ല, ഈ ബോബി ചെമ്മണ്ണൂർ ചോദിച്ചതിന്റെ വേറൊരു വെർഷനാണ് സംഗീത ലക്ഷ്മണ പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. വേറൊരു വെർഷൻ അല്ല, ഡയറക്റ്റ് വെർഷൻ ആണ് ചോദിച്ചത്. അവരതിൽ എഴുതി വെച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് എന്താ പറയാ, നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്കെതിരെ അവർ പരാതി പറയും. അതെ, അപ്പോ എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നില്ല? അപ്പോ എവിടെയൊക്കെയോ ചില ദുരൂഹതകൾ നമുക്ക് മണക്കുന്നുണ്ട്. അതെന്താ കാര്യം അറിയോ, ഇവർക്കെതിരെ പരാതി കൊടുത്താൽ ഈ സ്ത്രീപക്ഷ ആളുകളും മറ്റാളുകളും ഒന്നും അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യില്ല. മനസ്സിലായില്ലേ? അതാണ് കാര്യം. അതാണ്. എന്തായാലും നമുക്ക് നാളെ അറിയാം അകത്താണോ പുറത്താണോ. അല്ല, നാളെ ജാമ്യം കിട്ടാനാണ് സാധ്യത ഞാൻ കാണുന്നത്. കാരണം അത്രയും വലിയ സംഭവമൊന്നും അല്ല. 2 ദിവസം കൊണ്ട് ജാമ്യം കിട്ടേണ്ടതായിരുന്നു. ഒരു പക്ഷേ മേ ബി പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ഭരണകൂടം അങ്ങനെയാണല്ലോ.